അമ്മ കുട്ടികളുണ്ട്. മീറ്റിംഗ് ഉണ്ടല്ലേ? അമ്മ വരണോ? വരട്ടോ. മറക്കില്ല. നോക്കട്ടെ. വരണോ? ഞാൻ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ വരില്ല എന്നൊക്കെ പറയൂ കേട്ടോ. പക്ഷെ അവന് പോയില്ലെങ്കിൽ വിഷമാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ മീറ്റിങ്ങിന് അധികം പോകാറുണ്ട് കേട്ടോ. പിന്നെ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിയാലോ. ആ പൊണ്ണുകുട്ടിന് ചെന്നത് നല്ല ഇഷ്ടമായി കേട്ടോ. അവൻ കാത്ത് നിൽക്കണ്ടായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചറെ കണ്ടു. ടീച്ചേഴ്സിനൊക്കെ അവനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവനെ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാണ്, നല്ല ഉഷാറാണെന്നൊക്കെ ടീച്ചേഴ്സ് പറയൂ കേട്ടോ. പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് ഈ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും കേട്ടുമെടുക്കുമ്പോൾ കുറച്ച് നേരം കഞ്ഞിപ്പേരെ പോയിരിക്കും കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് കേട്ടോ ടീച്ചേഴ്സ് പറയാറ്. പിന്നെ SLC എക്സാം അവന് എഴുതാൻ പറ്റാത്തതുകൊണ്ട് 9ാം ക്ലാസ്സിലത്തെ ഒരു കുട്ടിയായിരിക്കും അവൻ്റെ എക്സാം എഴുതുക. അങ്ങനെ ആ കാര്യങ്ങളും ടീച്ചേഴ്സായിട്ട് സംസാരിച്ചു. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ടീച്ചർ പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വീഡിയോസ് കാണാറുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ കന്യാമ്മയെ കാണിക്കണം പറഞ്ഞിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് കേട്ടോ അവൻ. ആ ചേച്ചിയെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവന്. തിരിച്ച് അവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ നല്ല ബന്ധമാണല്ലോ ഉണ്ണിക്കുട്ടനെ. പിന്നെ അവൻ ക്ലാസ് കാണിക്കണം പറഞ്ഞിട്ട് ഓടി പോവാ കേട്ടോ. എൻ്റെ ക്ലാസ് അവൻ എൻ്റെ കൂടെ ബാഗ് എടുത്തിട്ട് പോരാനുള്ള പുറപ്പാടാണ് കേട്ടോ. രാവിലെ ഇരുന്ന് മീറ്റിംഗ്, അവിടെ ഇരുന്നോ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. നീ വരെൻ്റെ കൂടെ ഇവിടെ ഒന്നോ. എപ്പോൾ മീറ്റിങ്ങിന് പോയാലും അവൻ എൻ്റെ കൂടെ വരും കേട്ടോ. ടീച്ചറിനോട് ചോദിച്ചപ്പോൾ പിന്നെ പൊക്കോളാൻ പറഞ്ഞു. എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ വരുന്ന നോക്കി കാത്തു നിൽക്കണ ആ ഒരു ഓർമ്മ വന്നു കേട്ടോ. എത്ര പെട്ടെന്നാണ് ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ സ്കൂൾ ജീവിതവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി കേട്ടോ. ഈ സ്കൂളിലേക്ക് മുന്നോട്ടം കയറി വരുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ചെറിയ സ്കൂളിൽ നിന്ന് വലിയ സ്കൂളിലേക്ക് വരികയല്ലേ. പിന്നെ പെട്ടെന്ന് 3 വർഷം കഴിഞ്ഞു പോയി. ഇപ്പോൾ അതിലേറെ ആശങ്കയോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ പടി ഇറങ്ങാൻ പോകുന്നത്.